അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി കണ്ടാലോ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എഗ് റോസ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ചതച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി അതിനോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയാണ്. ഇത്ര ഇടുന്നുള്ളൂ, വേറെ ഒരു പൊടികളും ഇടുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ റോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ എടുക്കുന്ന ഓഡിയോയിൽ നല്ല ഡിസ്റ്റർബൻസ് കാണും കേട്ടോ. മൊത്തം കിളികളുടെ ഒരു ബഹളമാണ്. നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന മിക്ക വോയിസിലും ഈ സൗണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഈ പൊടിയെല്ലാം ഇട്ട് റോസ്റ്റ് ചെയ്ത് ഡ്രൈ ആവുമല്ലോ. അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ തക്കാളി എടുത്ത് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് ഏത് ഷേപ്പിലോ സൈസിലോ വേണമെങ്കിലും മുറിച്ചിട്ടോ കഴിക്കാനുള്ളതില്ലേ, അങ്ങനെ അതെല്ലാം മുറിച്ചിട്ട് നല്ലപോലെ അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ പെട്ടെന്ന് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അത് നല്ലപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടച്ചതൊന്ന് ആ കറി ഒന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവുമ്പോഴത്തേക്കും നമ്മളുടെ പുഴുങ്ങി വെച്ച കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ആ മുട്ട രണ്ടായിട്ട് മുറിച്ച് അത് ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനകത്ത് കിടന്ന് അതങ്ങ് ഫ്രൈ ആയിക്കോളും. ഇതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് വേവിക്കണം. അതിനു മുമ്പ് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ, ഞാനല്ലേ എൻ്റെ അമ്മയ്ക്ക് എണ്ണയെന്ന് വെച്ച് ഭയങ്കര പ്രാന്ത്. അമ്മയ്ക്ക് ഇങ്ങനെ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കുളിച്ചിരിക്കണം. ഇതാ കണ്ടില്ലേ, നല്ല ഓയിലാണ്, കൊളസ്ട്രോൾ കിടക്കുന്ന കണ്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ചതിന് ശേഷം തുറന്നിട്ട് പിന്നെയും ഇത് തിരിച്ചിടുക. കാരണം ആ ഒരു വൈറ്റ് പോർഷനും കൂടെ ഒന്ന് റോസ്റ്റ് ആവണ്ടേ, ഫ്രൈ ആവണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്നും കൂടെ തിരിച്ചിടണം. തിരിച്ചിട്ട് പിന്നെയും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. നിങ്ങൾക്ക് എത്ര റോസ്റ്റ് ആക്കണം, എത്ര ഫ്രൈ ആക്കണം, അത്രയും നേരം അത് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് എടുക്കുന്നത് പൂരിയാണ്. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി, പൂരിയും റെഡി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കഴിച്ചാൽ മതി. നല്ല സിമ്പിൾ റെസിപ്പി അല്ലേ, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. ഇതിലും വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുറേ വെജിറ്റബിൾസും മല്ലിയിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ റോസ്റ്റ് ഒരു ചപ്പാത്തിക്കകത്ത് വെച്ച് റോൾ ചെയ്ത് ഒരു ഘാട്ടി റോൾ പോലെയൊക്കെ കഴിക്കാം.